Hello friends, welcome back to Navigators Vlogs. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എക്കോ ടൂറിസമായ തെമ്മല എക്കോ ടൂറിസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ സാബിറിൻ്റെ എക്സ്പൾസ് കുട്ടനെയൊക്കെ എടുത്ത് നൈസായിട്ട് വന്നു, നൈസായിട്ട് മല കയറി. അപ്പോൾ തെമ്മല എക്കോ ടൂറിസത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അപ്പോൾ ഈ പാൻഡമിക് സിറ്റുവേഷൻ, അതായത് ഈ എന്താ പറയുക, ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്താ ഇപ്പോൾ തെമ്മല എക്കോ ടൂറിസത്തിൻ്റെ അവസ്ഥയും, ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടോ, ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ പഴയതുപോലെ തന്നെ ഉണ്ടോ, കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് എന്തായാലും ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നിങ്ങളാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. മാത്രമല്ല, ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് തെമ്മല എക്കോ ടൂറിസത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി വിശേഷങ്ങളോട്ട്. ചേട്ടാ, ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്തില്ല. ഓക്കെ, ഒന്നുമില്ല. ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ട്, അപ്പോൾ അവർക്ക് ഗൈഡൻസ് കൊടുക്കുകയാണ്. പുള്ളി ടിക്കറ്റ് കഴിഞ്ഞാൽ ഗൈഡൻസ് കൊടുത്തതിന് ശേഷമാണ് സ്ഥലത്തേക്കൊക്കെ വിടുന്നത്. അപ്പോൾ ഷിജാസ് വീണ്ടും വെയിറ്റിംഗ് ഫോർ ടിക്കറ്റ് പർച്ചേസിങ്. ടിക്കറ്റ് കിട്ടി കഴിഞ്ഞപ്പോഴാണ് തേനിൻ്റെ മല, തെമ്മല. അപ്പോൾ തെമ്മലയ്ക്ക് ഇങ്ങനെ പേര് വന്നതെന്ന് വെച്ചാൽ ഇത് തേനിൻ്റെ മലയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എക്സിബിഷൻ പോലെ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വഴിയൊക്കെ അറിയാമല്ലോ. വഴി ഇവിടെ നിന്ന് നമ്മൾ പോകേണ്ട സ്ഥലം, ഇവിടെ നിന്ന് നേരെ 100 മീറ്റർ ചെല്ലുമ്പോൾ ഡാം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് 200 മീറ്റർ ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ അഡ്വഞ്ചേഴ്സോടെ ഫസ്റ്റ് പോവുക. രണ്ടാമത് അവിടെ നേരെ ഡാം ജംഗ്ഷനിൽ തിരിച്ച് വന്ന് 1.5 കിലോമീറ്റർ ഈ റോഡിൽ വരുമ്പോൾ റീഹാബിലിറ്റേഷൻ സെൻ്റർ. അത് ഫിനിഷ് ചെയ്തിട്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ തിരിച്ച് വരിക. ഡാം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിയുമ്പോഴത്തേക്ക് ലെഷർ സോൺ കംപ്ലീറ്റ് ചെയ്തിട്ട് 4 മണിയാകുമ്പോൾ ബോട്ടിംഗ് പോകും. പിന്നെ ഈ ലെഷർ സോണിനകത്തോട്ട് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ്, പിന്നെ ഇതുപോലെ പിന്നെ സ്കൾപ്ചർ ഗാർഡൻ, റിവർ സൈഡ് വാക്ക് വേ, ഡാമിൻ്റെ ഷട്ടർ വ്യൂ പോയിന്റ് ഒക്കെ തൊട്ടടുത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. 1 കിലോമീറ്ററോളം ഫോറസ്റ്റിനകത്തോട്ട് നടന്നു പോയി കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പോകുന്ന വഴിക്കെല്ലാം റെസ്റ്റിംഗ് പോയിന്റ് ഉണ്ട്. ഇരുന്നിട്ട് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വന്ന് നടക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇത്. പിന്നെ ഇതിനകത്ത് ഇപ്പം റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ലെഷർ സോണിനകത്തോട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതിനകത്ത് റെസ്ട്രിക്ഷൻസ് ഒന്നും വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഗൈഡഡ് ആയിട്ടുള്ള പ്രോഗ്രാം അല്ല, വേറൊരു സ്റ്റാഫുകളുമായിട്ട് നമ്മൾ മിങ്കിളാവുന്ന സ്ഥലമല്ല. നമുക്ക് തന്നെ ഓണായിട്ട് നടന്നു പോകാൻ പറ്റുന്നതാണ്. പാത്വേ ക്ലിയർ ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് നമുക്ക് തന്നെ ജസ്റ്റ് ലീഫായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. വൈകിട്ട് 3 മണിക്കാണ് ബോട്ടിങ്. 3 മണി മുതൽ 3:30 വരെ. 3 മണി മുതൽ 3:30 ഇന്നത്തെ ടൈമിംഗ്. പിന്നെ നമുക്ക് ഗസ്റ്റുകൾ കൂടുതൽ വരുന്നതിനനുസരിച്ച് ടൈമിംഗ് മാറും. രാവിലെ 10 മണിക്ക് ഇപ്പോൾ നമുക്ക് മിനിമം 15 പേർക്കുള്ള ടിക്കറ്റ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബോട്ടിംഗ് ഉണ്ടാകും. 10 മണി, 11 മണി, 12 മണി, 2 മണി, 3 മണി, 4 മണി, അങ്ങനെ 6 ട്രിപ്പ് ഓടിക്കൊണ്ടിരുന്നതാണ്. ഓക്കെ, അതായത് ലോക്ക്ഡൌണിന് മുമ്പ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നതിന് മുമ്പ് 6 ട്രിപ്പ് ഓടുന്നത്. അല്ലാതെ സിറ്റുവേഷനിൽ ഇപ്പോൾ 3 ട്രിപ്പ് മാത്രമേ ഉള്ളൂ. അത് 15 ടിക്കറ്റ് വെച്ചുള്ളൂ. ഈ ബോട്ടിന് 23 പേര് കപ്പാസിറ്റി ഉള്ള ബോട്ടാണ്. അതുപോലെ നമുക്ക് 2 ബോട്ടും 9 പേർ വെച്ചിട്ടുള്ള ഒരു ബോട്ടും മൊത്തത്തിൽ 3 ബോട്ട് അറേഞ്ച് ചെയ്യും. പിന്നെ ഡിയർ പാർക്ക് എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷൻ സെൻ്റർ ആണ്. ഇതിന് സ്പോട്ടഡ് ഡിയറും സാമ്പാർ ഡിയറും അതിനകത്തുണ്ട്. അത് ഫുള്ള് ഫെൻസിങ് ചെയ്തിട്ട് ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസിൽ തന്നെ ജീവിക്കുന്ന പോലെ, അതായത് കൂട്ടിനകത്തിട്ട് അടയ്ക്കാതെ ഫോറസ്റ്റിനെ 2 ഏക്കറോളം ചുറ്റിലും ഫെൻസിങ് ചെയ്തിട്ട് അതിനകത്ത് ഫോറസ്റ്റിനകത്തോട്ട് സ്റ്റേ ചെയ്തിരിക്കുന്ന പോലെ. ഇല്ല, ബീച്ചിൽ നമുക്ക് എപ്പോൾ പോയാലും സൈറ്റിംഗ് ആണ്, എപ്പോഴും സൈറ്റിംഗ് ആണ്. ഇപ്പോൾ ഈ നമ്മുടെ ഈ സോണുകളെല്ലാം കൂടെ ഒരു ടിക്കറ്റിലാക്കിയല്ലോ, ഒറ്റ ടിക്കറ്റ്. ഇതിന് മുമ്പ് ഈ ഒരു സിറ്റുവേഷൻ, ഈ പാൻഡമിക് സിറ്റുവേഷൻ മുമ്പ് എങ്ങനെയായിരുന്നു ഇതിന്റെ ടിക്കറ്റ് റേറ്റും? ടിക്കറ്റ് റേറ്റ് 480 തന്നെയായിരുന്നു. 480 തന്നെയായിരുന്നു ഈ ഫുൾ പാക്കേജ് ടിക്കറ്റിനകത്ത് വരുന്നത്. അതിനകത്ത് റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. നമ്മുടെ എക്സ്പ്രസ് അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്ത് കഴിഞ്ഞ് ഇനി നേരെ അഡ്വഞ്ചർ സോണിലേക്കാണ് പോകുന്നത്. അഡ്വഞ്ചർ സോണിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അഡ്വഞ്ചർ സോണിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. എന്നാൽ വണ്ടി ഇടിച്ച് കയറ്റി. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നേരെ അഡ്വഞ്ചർ സോണിൽ എത്തിയിട്ടുണ്ട്. ഇനി അഡ്വഞ്ചർ സോണിൽ എന്തൊക്കെയാണ് റൈഡും കാര്യങ്ങളും, റൈഡുണ്ടോ അതോ ഇനി എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയാം.
അപ്പോൾ നമ്മളിപ്പം പോകുന്നത് എലിവേറ്റഡ് വാക്ക് വേയിലൂടെയാണ്. എലിവേറ്റഡ് വാക്ക് വേയിലൂടെ പോകുന്നുണ്ട്. ഇപ്പം ഒരു വുഡിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അലൂമിനിയം ചെയ്തിട്ടുള്ള ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പതിയെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 40 അടിക്ക് മുകളിലാണ് നിൽക്കുന്നത് ഈ സ്റ്റെപ്പുകളും കാര്യങ്ങളും. ഇത് 108 സ്റ്റെപ്പുകൾ ഇനി കയറാനുണ്ട്. ഒരു ചേട്ടൻ പറഞ്ഞത് ഒരു 18ഓളം മരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, വലിയ മരങ്ങളായിട്ടുണ്ടായിരുന്നു. അത് കാറ്റിലും മഴയിലും പിന്നെ എന്താ പറയുക കാലപ്പഴക്കമൊക്കെ ചെന്നപ്പോഴത്തേക്ക് അതെല്ലാം നശിച്ചു. ഇപ്പോൾ ഒരു ഏകദേശം 5-6 മരങ്ങൾ വലിയ മരങ്ങളായിട്ട് കാണാനുണ്ട്. പിന്നെ എന്താ പറയുക ഒരു ഫുള്ളൊരു കാടിൻ്റെ നടുക്കൂടെ പോകുന്ന ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്നാണ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം തുടങ്ങുന്നത്. ഷിജാസ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ നോക്കി നിൽക്കുകയാണ്. ഈ ഭാഗത്താണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഇനി കാണുന്ന ആ ഒരു എൻഡ് പോർഷൻ വരെയും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് അത് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമല്ല. അതിപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അഡ്വഞ്ചർ തോന്നില്ല ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഇപ്പോൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. ഇപ്പോൾ നമ്മളവിടെ നിന്ന ഭാഗത്ത് അതായത് ഷിജാസിന്റെ കയ്യിൽ അതെ റോപ്പിന്റെ ഗ്രീസ് പറ്റിയ റോപ്പിന്റെ ഗ്രീസ് പറ്റിയ സ്ഥലത്താണ് ഒരു ടണലുള്ളത്. പിന്നെ ഇത് ബർമ ബ്രിഡ്ജ് എന്ന് പറയും. ബർമ ബ്രിഡ്ജ് അതിപ്പോ അയച്ചിട്ടേക്കാണ്. പുതിയത് കയറ്റുക. ബർമ ബ്രിഡ്ജ് അല്ലേ? അതിന് മേളിൽ ലോക്ക് കാണും. അതായത് നമ്മള് ഈ കമ്പിനകത്തുള്ള കമ്പിയൊക്കെയാണ് ചവിട്ടി. ഇത് കമ്പാണോ മുളയാണോ? കമ്പാണ്. പിടിക്കാനുണ്ട്. അതിപ്പോ അയച്ചിട്ടേക്കാണ്. അത് ഇറക്കിയിട്ട് പുതിയത് കയറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന്റെ മണ്ടയിൽ നമ്മുടെ ഒരു ഈ ഹൈറ്റിൽ ഹിപ്പിന്റെ ഹൈറ്റിൽ 2 റോപ്പ് പോകും. പിന്നെ അതിന് ലോക്ക് കാണും. നടക്കാം. പിന്നെ ഇത് ക്രോസിങ്, ഈ കാണുന്ന ആക്ടിവിറ്റി ഇതെങ്ങനെയാണ്? ക്രോസിംഗ് എന്ന് പറയും. കടിക്കില്ല, പല്ലില്ല. കടിക്കില്ല ഉറപ്പല്ലേ? അയ്യോ എന്റെ വിരല് പോവും. അയ്യോ പേടിയാവടാ. വാവ് നല്ല രസമുണ്ട്. തൊടുന്നു പൊളിയാണ്. ഇത് കടിക്കില്ല ചേട്ടാ. കടിച്ച് പല്ലില്ല. പക്ഷേ ചേട്ടാ കടിക്കുന്നുണ്ട്, പല്ലില്ല. എന്തായാലും നമ്മൾ അഡ്വഞ്ചർ സോണിലെ പരിപാടികളെല്ലാം തീരാറായിട്ടുണ്ട്. ഇനി ആ കാണുന്ന ഭാഗത്തൂടെ നമ്മൾ കയറി നമ്മൾ വന്ന മെയിൻ ഓഫീസിലേക്ക്, ആ ഓഫീസിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ഭാഗത്തേക്കാണ് ഇനി എത്തുന്നത്. അതിനുശേഷം ഇനി നെക്സ്റ്റ് നമുക്ക് വേറെ സോണുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കേജിലുള്ള അടുത്ത നെക്സ്റ്റ് സോണിലേക്ക് ഇനി പോവാം. അഡ്വഞ്ചർ സോൺ കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഡീർ പാർക്കിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കി വെളിയിൽ റോഡിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മഴ കുറവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഡീർ പാർക്കിലേക്ക് കയറാം. ഡീർ പാർക്കിൽ എന്താ ഉള്ളതെന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അവസാനം നമ്മൾ നടന്ന് ഇങ്ങനെ വന്നു. അപ്പോഴത്തേക്ക് ഇതോ നിൽക്കുന്ന 2 അവന്മാർ. ഷിജാസ് മ്ലാവിന് തീറ്റ എടുക്കുകയാണ്. നോൺ വെജ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഷിജാസ് പ്ലാവില കൊടുത്തിട്ട് കഴിക്കാത്തതുകൊണ്ട് ഒരു പുല്ല് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ പുല്ല് കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ പുല്ല് കഴിക്കുന്നടാ. കഴിച്ച് ഗുഡ് ബോയ്. അത് പറഞ്ഞാ പോരെ കൊതിയ. മാൻ്റെ കൂട്ടിലെത്തിയിട്ട് കൂടല്ല, മാനിനെയും തുറന്നു വിട്ടേക്കാണ്. ഇതേപോലെ ഇതിനകത്ത് ഒരുപാട് മാനുകളൊക്കെ ഉണ്ട്. അതാ നിൽക്കുന്നു. പുള്ളിമാനല്ലേ ഇത്? പുള്ളിമാൻ ആഫ്രിക്കൻ വരാന്തകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം പുള്ളിമാൻ. തമ്പനയിൽ കൊടുത്താൽ മതി. അങ്ങനെ അവിടെ ഒരു കൂട്ടം നിൽപ്പുണ്ട്. പുള്ളിമാനുകൾ. ഓ ഇവിടെ ഒരുപാട് മാനുകളുണ്ട് കേട്ടോ. ഫുഡ് എടുക്കണം കേട്ടോ. എന്താണ് കൊടുക്കുന്നത്? കാലിത്തീറ്റല്ലേ?
ചേട്ടൻ നൈസായിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാലിത്തീറ്റയാണ് കൊടുക്കുന്നത് തിരിഞ്ഞെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മരങ്ങളുടെ പേരൊക്കെ വായിച്ച് താണ്ടെ ഒരുപാട് പേരുകൾ ഇവിടെ വീണ്ടും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പേരുകളൊക്കെ വായിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇനി നെക്സ്റ്റ് എന്താണെന്നാണ് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിൽ പണ്ട് എസ് ബോട്ടാണ് അറിയോ. പിന്നെ ഊഞ്ഞാലാടാൻ സ്കൂളിൽ പോയി പഠിക്കണമല്ലോ. ഞങ്ങളെന്തായാലും ആ റിവറിൻ്റെ സൈഡിലൊക്കെ പോയി. അപ്പോൾ റിവറിൻ്റെ സൈഡിലൊക്കെ പോകുമ്പോൾ അവിടെ ജസ്റ്റ് കാണാനുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. കുറച്ച് വലിയ മരങ്ങളും ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണാനേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇവിടെ തിരിച്ച് വീണ്ടും ഈ സ്ഥലത്തെത്തി, ആ ഊഞ്ഞാലൊക്കെ ഉള്ള സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ ഈ കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ കുട്ടികൾക്ക് കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടേക്ക് വന്നിട്ടുണ്ട്. ഒരു കുട്ടി, വലിയൊരു കുട്ടി ഇരുന്ന് കളിക്കുന്നുണ്ട്. ആണ് ഇവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാവിഗേറ്ററിൻ്റെ വലിയ കുട്ടി ഇരുന്ന് കളിക്കുന്നുണ്ട്. നമ്മൾ 2 സോൺ ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. അഡ്വഞ്ചർ സോൺ കവർ ചെയ്തിട്ടുണ്ട്, ഡീർ സോൺ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 കഴിഞ്ഞ് നിന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ലെഷർ സോണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് കാണാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് കയറി കാണുവാണ്. ഇവിടെ ഡാമിൻ്റെ ക്ലോസ് ആയിട്ടുള്ള വ്യൂ ഒക്കെ ഇവിടുന്ന് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് അകത്തോട്ടൊക്കെ പോയി നോക്കാം. ഇവിടെ നല്ല വ്യൂ ആണ്. നമുക്ക് എന്താ പറയുക, ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ ഇരിക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ കൊല്ലം ജില്ലയിൽ സേവ് ദ ഡേറ്റ് നടക്കുന്ന സ്ഥലം കൂടെയാണ്. അതെ, പ്രീ വെഡിങ് ഷൂട്ടും പോസ്റ്റ് വെഡിങ് ഷൂട്ടും ഒരുപാട് നടക്കുന്ന സ്ഥലമാണ്. ഇത് ബ്രിഡ്ജിലേക്ക് ഇറങ്ങുന്ന ഒരു സ്റ്റെപ്പുകളാണ്. നമുക്ക് ഈ ബ്രിഡ്ജിൽ കയറാനുള്ള ഈ ബ്രിഡ്ജ് അത്യാവശ്യം കൊള്ളാം. അലൂമിനിയം ഒന്നും ചെയ്യാതെ ഇരുമ്പാണ് ചെയ്തേക്കുന്നതെങ്കിലും ആ പെയിൻ്റൊക്കെ ഗ്രീൻ ഷെയ്ഡും പെയിൻ്റൊക്കെ അടിച്ച് നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തെന്മലയുടെ നമ്മളെ ഡാമിൻ്റെ വ്യൂവും കാണാം. അതുകൂടാതെ നമുക്കിവിടെ വേണമെങ്കിൽ കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും നടത്താനുള്ള ഒരു ചെറിയൊരു ബ്രിഡ്ജാണ്. അതെ, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ബ്രിഡ്ജ്. ഇത് കണക്ട് ചെയ്തേക്കുന്നത് റോപ്പിൽ കണക്ട് ചെയ്തിട്ടേക്കുന്ന ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മൾ നടക്കുമ്പോഴത്തേക്ക് നല്ല കുലുങ്ങുന്നുണ്ട്. നടക്കുമ്പോൾ കുലുക്കാരിയുടെ ഇടയിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് തെന്മലയുടെ ഏറ്റവും അടുത്തുള്ള വ്യൂ പോയിന്റിൽ നിന്നാണ് നിൽക്കുന്നത്. തെന്മല ഡാമിൻ്റെ ഏറ്റവും അടുത്തുള്ള വ്യൂ ആണിത്. അതായത് ഇനി അങ്ങോട്ട് വ്യൂ ഇല്ല. അതായത് റെസ്ട്രിക്ഷൻ ഏരിയ ആയിട്ട് ഇവർ ഫെൻസിങ് ഒക്കെ ചെയ്ത് അടച്ചേക്കാണ്. ഇതാണ് തെന്മല ഡാമിൻ്റെ ഏറ്റവും അടുത്തായിട്ട് ഏറ്റവും അടുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വ്യൂ ഇതാണ്. ഇവിടെ നിന്നാൽ അപ്പുറത്തായിട്ട് ഒരു വലിയ മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും തെന്മല ഡാമിൻ്റെ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള വ്യൂ കണ്ടിട്ട് ഞങ്ങൾ എന്തായാലും പോവുകയാണ്. കാരണം നമുക്ക് ബോട്ടിങ് ഒരു 4 മണിക്കാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 3:45 3:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഇവിടുത്തെ ഈ ബോട്ടിംഗ് സർവീസ് തുടങ്ങിയ കാലത്താണ്ടുള്ള ചങ്ങാടമാണ്. നല്ല പഴക്കമുള്ള സാധനമെന്ന് തോന്നുന്നു. കയറി ചുമ്മാ പണി മേടിക്കല്ലേ. പണ്ട് നമ്മളേതോ തോണി കയറിയിട്ട് കയറാഴ്ച വിട്ട് കയറിയോ അതേപോലെ ആവും. ഇപ്പോൾ 2-3 ചങ്ങാട കിടപ്പുണ്ട്. അതേപോലെ അപ്പുറത്ത് കുട്ടവഞ്ചിയുണ്ട്. ഈ ലൈഫ് ജാക്കറ്റ് എല്ലാം സാനിറ്റൈസ് ചെയ്ത് വെച്ചേക്കുന്ന സാധനമുണ്ട്. അല്ല കേട്ടോ, അത് സാനിറ്റൈസ് വെച്ചേക്കല്ലേ, സാനിറ്റൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതായത് അടുത്ത് വരുന്ന പാസഞ്ചേഴ്സിന് ഇടാൻ വേണ്ടിയാണ്. ഉണക്കായിട്ടേക്ക് പോകണതല്ലേ. അതെ, റിനാദ് എന്തായാലും ക്ഷമ കെട്ടിട്ട് ചോദിക്കാൻ വേണ്ടി പോവുക. 4 മണി കഴിഞ്ഞ് എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം. കൈയൊക്കെ നല്ലപോലെ സാനിറ്റൈസ് ചെയ്ത് ഡിസ്റ്റൻസ്. ഇതാണ് നമ്മൾ പോകണത് കേട്ടോ. നമ്മൾ 5 പേരെ ഉള്ളതുകൊണ്ട് ചെറിയ ബോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോയാണ്. ഞങ്ങൾ ബോട്ട് എടുത്തിട്ടുണ്ട്.
ഡാമിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. ഇപ്പോൾ ഈ ഫോറസ്റ്റുമായിട്ട് വെള്ളം അധികം കയറി കിടക്കുന്നുണ്ടാണ് ഇപ്പോൾ വന്യമൃഗങ്ങളെ ഒന്നും നമുക്ക് കാണാൻ പറ്റാത്തത്. സാധാരണ ഈ വെള്ളം ഇറങ്ങുന്ന സമയം ഇപ്പോൾ മഴക്കാലം വേണ്ടാണ്, കുറച്ചുകൂടെ കഴിഞ്ഞ് ഉണക്കൊക്കെ ആകുമ്പോൾ വെള്ളം ഇറങ്ങുന്നതനുസരിച്ച് നമുക്ക് എന്തായാലും വന്യമൃഗങ്ങളെ കാണാൻ പറ്റും. മ്ലാവും മാനും കാട്ടുപോത്തും ആനയൊക്കെയാണ് മെയിനായിട്ട് കാണുന്നതെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മളോട് ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അപ്പൊ നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിയുടെ എക്സ്പീരിയൻസ്. ചേട്ടാ ഓക്കെ. മൃഗങ്ങളെ കാണാത്തതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? അനിമൽസിനെ കാണാത്തോണ്ട് കണ്ടിട്ടുണ്ടല്ലേ? രണ്ടാമത്തെ തവണ എൻജോയ് ചെയ്യുന്ന ഇവിടെ ഒരാള് പേടിച്ചിട്ട് കറക്കി കുരുക്കിയൊക്കെ വെച്ചത് ഇപ്പൊ കഴിക്കാൻ വയ്യാത്ത കെട്ടാത്തവരൊക്കെ പെട്ടെന്ന് വീട്ടിട്ട് പോയി. കെട്ടിയ ഞാൻ കിടന്ന് പെടുന്നു. അപ്പോൾ നമ്മളെ ബോട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. നല്ല മഴയുണ്ട്, നല്ല മഴയുണ്ട്. അപ്പോൾ നമ്മൾ സെഞ്ചുറിനി വന്യജീവി സങ്കേതത്തിൻ്റെ നടുക്കുള്ള ആ തടാകത്തിലൂടെ നൈസായിട്ട് അടിപൊളി ചാറ്റ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോട്ടിൽ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇവിടെ ഇപ്പോൾ 4 സോണായിട്ട് തിരിച്ചേക്കുന്ന 3 സോണായിട്ട് തിരിച്ചേക്കുന്ന ഈ അഡ്വഞ്ചർ സോണ്, പിന്നെ നമ്മുടെ ഡീർ സോണ്, പിന്നെ ഈ ബോട്ടിങ്. അപ്പോൾ ഇത് മൂന്നും എന്താ പറയുക, ഇത് മൂന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അഡ്വഞ്ചർ സോണിലെ കുറച്ച് ആക്ടിവിറ്റീസ് ഇല്ലയെന്ന് ചോദിച്ചാൽ ബാക്കി ഒരു ദിവസം എൻജോയ് ചെയ്യാനുള്ളതെല്ലാം ഈ തെന്മല എക്കോ ടൂറിസത്തിലുണ്ട്. അപ്പോൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നാൽ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയായിരുന്നല്ലോ കുറേ നാൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഇപ്പോൾ പുറത്തിറങ്ങാൻ തുടങ്ങി ഈ സമയത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയതെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഒരു തവണ ട്രൈ ചെയ്യുക. ഇതിന് മുമ്പ് ട്രൈ ചെയ്തവരാണെങ്കിൽ ഇപ്പം ചിലപ്പോൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാത്തവർ മാക്സിമം ട്രൈ ചെയ്യുക. അത് മാത്രമല്ല ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ആ ബെല്ലൈക്കൻ ഇവിടെ ഒന്ന് ഞെക്കുക. അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം എന്താ പറയുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത തവണ വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ സൈൻ ഔട്ട് ചെയ്യാണ്. This is Shijaz and Rinath from Navigators signing off. Bye bye. Okay.